അല്ല, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് KPCCയുടെ അടുത്ത യോഗം ചർച്ച നടത്തി, രാഷ്ട്രീയകാര്യ സമിതിയുടെ യോഗം അടുത്ത യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. നമ്മുടെ സമരത്തിൻ്റെ യഥാർത്ഥ രൂപം എന്താണെന്ന് തീരുമാനിച്ചിരുന്നില്ല. അത് നമ്മൾ ഫൈനൽ തീരുമാനം അടുത്ത മീറ്റിങ്ങിലേ നടക്കുള്ളൂ. അത് പക്ഷേ നീണ്ടു നിൽക്കുന്ന സമരമായിരിക്കും. 10 ലക്ഷക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിക്കുന്ന ഒരു സമരമായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. അത് ഭംഗിയായി നിങ്ങൾ കേരളത്തിലെ ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഇത്രയും വലിയൊരു സമരം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള മുൻ അറിയിപ്പ്. അതെ, അദ്ദേഹം ആദ്യമേ പ്രഖ്യാപിച്ചതാണ്. അദ്ദേഹം KPCCയുടെ അംഗീകാരത്തോടു കൂടിയാണ് അദ്ദേഹം സമരം നടത്തുന്നത്. ആ സമരത്തിന് ഞങ്ങൾ എല്ലാം പിന്തുണയും പിൻബലവും ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. KPCC കമ്മിറ്റി അംഗീകരിച്ചതാണ്. ആ സമരത്തിന് ശേഷമാണ് ഈ മെയ് 9 മുതൽ നമ്മളിത് 9 മുതൽ 31 വരെ ഈ സമരം പദയാത്ര, നമ്മുടേത് പദയാത്രയാണ്. അത് പ്രസിഡന്റ് ഉണ്ടാവും, സെക്രട്ടറി, വേറെ ആളുകളൊക്കെ ഉണ്ടാവും, പഴയകാല നേതാക്കന്മാരൊക്കെ ഉണ്ടാവും. നമ്മളത് ആ സമയത്തെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിൽ അന്തിമ തീരുമാനം എടുക്കും. മനുഷ്യ ശൃംഖല ആരോട്? ഏത് സർക്കാർ? ആളെ വെട്ടാൻ കൊല്ലുന്ന സർക്കാരിന്റെ മുമ്പിലായി കഴുത്ത് വെച്ചു കൊടുക്കണ്ട്? അതെ, ഞാൻ ചോദിക്കുന്നത്, ഇതിനെല്ലാം ഉത്തരവാദി സർക്കാരല്ലേ? ഈ ലഹരി വ്യാപനത്തിന്റെ ഉത്തരവാദി ആരാ? കച്ചവടക്കാർ കൊണ്ടുവന്നതല്ലല്ലോ. ഈ സംസ്ഥാന സർക്കാരിന്റെ നയത്തിന്റെ ഫലമായിട്ടല്ലേ ഈ സംഭവങ്ങളൊക്കെ ഞങ്ങൾ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അകത്ത് കിട്ടുന്ന ലാഭം കഞ്ചാവുകാരൻ്റെയും കള്ളുകാരൻ്റെയും കമ്മീഷൻ വാങ്ങി അവർക്ക് അനുകൂലമായ സമീപനം സ്വീകരിച്ച് അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു സർക്കാരിൻ്റെ മുമ്പിൽ നിങ്ങൾ ഈ ചോദിക്കുന്ന ചോദ്യത്തിന് എന്ത് പ്രസക്തി എന്ന് നിങ്ങൾ സ്വയം ആലോചിച്ചാൽ മതി. KSUക്കാർ എന്ന് പറയാൻ ഞാൻ KSUക്കാരുണ്ടോ ഇല്ലെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ KSUവിൻ്റെ ഒരു സംഘടന എന്ന നിലക്ക് ഒരു തരത്തിലുമുള്ള ഇൻവോൾവ്മെന്റ് അത് ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ ഉറപ്പ് പറയാണ്. ഞങ്ങൾ SFIക്കാർ പിടിച്ചു കൊണ്ടുപോകുന്നുണ്ട് ഈ കുട്ടികൾ, നമ്മുടെ കുട്ടികളെ, KSU കുട്ടികളെ. SFIക്കാരെ മാത്രമല്ലേ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ? കേസ് അവർക്കെതിരെ മാത്രമല്ലേ എടുത്തിട്ടുള്ളൂ? നിലവിൽ ഒരു ഭാരവാഹിയും KSUവിന്റെ ഭാരവാഹി കേസിൽ വന്നിട്ടില്ല. ഇതൊക്കെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. അതിനൊക്കെ താഴെ അതിനുള്ള പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അടിത്തട്ടിൽ നിന്ന് നമ്മൾ വാർഡ് കമ്മിറ്റി, ആ വാർഡ് കമ്മിറ്റിക്ക് താഴെ നമ്മൾ CUC തുടങ്ങാൻ വീണ്ടും ആരംഭിക്കാൻ പോവുകയാണ്. CUC ഉണ്ടാകും. അത് ഏറ്റവും അടിത്തട്ടിൽ പോകുന്ന ഒരു സംഘടനാ മിഷണറി ആയിരിക്കും കോൺഗ്രസിന്റെ സംഘടനാ മിഷണറി. 2000 അല്ലേ? അതിനൊക്കെ മറ്റു പല റീസൺസും ഉണ്ട്. അതൊക്കെ തിരുത്തിയെടുത്ത് കൊണ്ടുവരികയാണ്. നമ്മൾ ബൂത്ത് കമ്മിറ്റി, ഞാൻ ചോദിക്കുന്നത്, കേരളത്തിലെ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇത്രയും മണ്ഡലം കമ്മിറ്റി, വാർഡ് കമ്മിറ്റി, ഇത്രയും വാർഡ് കമ്മിറ്റി എടുത്ത ഒരു കാലം ഉണ്ടായിട്ടുണ്ടോ? നമുക്കില്ലല്ലോ. 8,000 വാർഡ് കുടുംബ സംഗമ യോഗം നടത്തി നമ്മൾ. 8,000, 80% വാർഡ് കമ്മിറ്റി എടുത്തു. 80% വാർഡ് കമ്മിറ്റി. ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ കീഴെ ഈ CUCയും കൂടെ വരുമ്പോൾ നമ്മുടെ സംഘടനാ മിഷണറി ഫ്രം ടോപ്പ് ടു ബോട്ടം നമ്മൾ വെൽ സെറ്റിൽഡ് ആണ്.